ദൈവമക്കളെല്ലാം ദർശനമുള്ളവരായിരിക്കണം. ഞാനിവിടെയൊക്കെ വന്ന അവസരത്തിൽ വിശ്വാസികൾ എത്രമാത്രം ഉൾക്കാഴ്ചയുള്ളവരായിട്ട് തീരേണ്ട ആവശ്യകതയുണ്ട് എന്നത് അഭിമന്യ ഡോക്ടർ യാക്കോബ് മാർ കൂറിലോസ് തിരുമേനി പറയുന്നത് കേൾക്കുകയുണ്ടായി. ഈ കൺവെൻഷന് നാം പ്രാർത്ഥനയുടെ ഒരുക്കത്തോടെ വന്ന് ചേർന്നിരിക്കുന്നത് ദൈവസന്നിധിയിൽ നാം കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അത് പ്രാവർത്തികമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരും കുടുംബ പ്രാർത്ഥന നടത്തുന്നതുമായ ഭവനങ്ങൾ നമ്മളുടെ ഈ ഭദ്രാസനത്തിൽ ഉണ്ടാകണം എന്നതാണ് തിരുമേനി പ്രത്യേകം ഊന്നി പറയുന്നതിനായിട്ട് ശ്രമിച്ചത്. എന്താണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ദർശനം? കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന അവസരത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ടതാകുന്നു. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കോൺറാഡ് റോയ്സ് വിവിധ സഭാവിഭാഗങ്ങളെല്ലാം അദ്ദേഹം സന്ദർശിച്ചതിന് ശേഷം എഴുതിയതായിട്ടുള്ള ഒരു പുസ്തകമാണ് ബീയിങ് ദ ചേർച്ച് ആൻഡ് ബിക്കമിങ് ദ ചേർച്ച്. ബീയിങ് ദ ചേർച്ച് ആൻഡ് ബിക്കമിങ് ദ ചേർച്ച്. നമ്മളുടെ ഈ ഭദ്രാസന കൺവെൻഷൻ ഒരു തുറന്ന സ്ഥലത്താണ് നടത്തുന്നത്. ആർക്കും ഈ പന്തൽ വന്ന് വചനം കേൾക്കുന്നതിനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മളുടെ മാരാമൻ കൺവെൻഷന് തൊട്ട് മുമ്പായിട്ടാണ് ഭദ്രാസനങ്ങളിലെല്ലാം കൺവെൻഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഭദ്രാസനത്തിലും ഈ കൺവെൻഷൻ നടത്തുന്നതിന് സഹായമായിട്ട് തീരുന്നു. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന്. ഈ ദിവസങ്ങളിൽ നമ്മൾ ക്രമമായി ദൈവവചനം ശ്രവിക്കുന്നതിനായിട്ട് ഒരുമ്പെടുകയാണ്. ദൈവമേ, നീ ഞങ്ങൾക്ക് വിഭാവിച്ചു തരുന്നതായുള്ള ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്കും ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തിനും ദേശത്തിനും കാലഘട്ടത്തിനും ഏറെ അനുഗ്രഹമായി തീരണം എന്നത് നാം പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. മാരാമൻ കൺവെൻഷൻ്റെ പ്രത്യേകതയും ഇതുപോലെ തുറന്ന ഒരു പന്തലാണ് എന്നുള്ളതാണ്. ആർക്കും വന്ന് വചനം കേൾക്കുന്നതിനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. നമ്മൾ ക്ഷണിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്നതായിട്ടുള്ള പ്രഭാഷകരാണ് ദൈവവചനം എല്ലാവർക്കുമായിട്ട് വിഭജിച്ച് നൽകുന്നത്. ഞാനിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു എക്യുമെനിക്കൽ മീറ്റിങ്ങിൽ സംബന്ധിക്കുകയായിരുന്നു. എന്താണ് എക്യുമെനിസം? പെട്ടെന്ന് നമ്മളുടെ മനസ്സിൽ കടന്നു വരുന്ന ചിന്ത സഭാവിഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ചാണ്. എന്നാൽ വൈഡർ എക്യുമെനിസം എന്ന് പറയുന്ന അവസരത്തിൽ അതൊരു ഹ്യൂമൻ കമ്മ്യൂണിറ്റിയെ മുഴുവനായിട്ട് ചേർത്ത് നിർത്തുന്നതാണ്. എല്ലാ മനുഷ്യരും നമ്മളുടെ സഹോദരങ്ങളും സഹോദരികളുമാണ് എന്ന് നാം അറിയുന്നതായിട്ടുള്ള എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടെത്തിയിരുന്നൊരു സാഹചര്യം സൃഷ്ടിക്കുക. ഒരു പടിയും കൂടെ കടക്കുന്ന അവസരത്തിൽ ദൈവം നമ്മളെ ഈ പ്രപഞ്ചത്തിലാണ് ആക്കിയിരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ മനോഹാരിത അനുഭവിക്കാൻ കഴിയുന്ന തരംഗത്തിലാണ് ഈ ഭദ്രാസനത്തിൻ്റെ കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത് എന്നത് ഓർക്കുമ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും ഈ പ്രകൃതിയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ദൈവത്തിൻ്റെ ലോകത്തെ കാണുന്നതിനായിട്ട് സാധിക്കും. അതിനകത്ത് മണ്ണും മരങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, പക്ഷികളുണ്ട്, ആറ്റിൽ മത്സ്യങ്ങളുണ്ട്, പറവകളുണ്ട്, കിളികളുണ്ട്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ കാണുവാൻ കഴിയുന്ന എല്ലാവുമായിട്ടുള്ള ഒരുമയുടെ ഒരു സന്ദേശം ഉൾക്കൊള്ളുവാൻ കൂടി നമുക്കിടയായിട്ട് തീരണം. അതാണ് മാരാമൻ കൺവെൻഷന് നമുക്ക് ലഭിക്കുന്നതായുള്ള ഒരു ലോക വീക്ഷണം എന്ന് പറയുന്നത്, ദ വേൾഡ് വ്യൂ എന്ന് പറയുന്നത്.
കർത്താവായ യേശുക്രിസ്തു ലോകത്തിൻ്റെ രക്ഷകനാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും രക്ഷകനാണ്. എല്ലാവർക്കും രക്ഷ നൽകി കൊടുക്കുവാൻ്റെ കാരണം പ്രപഞ്ചത്തിൻ്റെ ഉടയനായുള്ള ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. അതുകൊണ്ട് തന്നെ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പറയുന്നു, കാലം തികഞ്ഞിരിക്കുന്നത്, ടൈം ഈസ് അറ്റ് ഹാൻഡ്. ഇതാണ് കൈറോസ്. ഇപ്പോഴാണ് സുപ്രഭാത ദിവസം എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്, നിമിഷം എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദൈവം കർത്താവായ യേശുക്രിസ്തുവിൽ ലോകത്തോട് പറയുന്ന വീണ്ടെടുപ്പിൻ്റേതായുള്ള സുവിശേഷം ദൈവരാജ്യത്തിൻ്റേതായുള്ള സുവിശേഷമാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് ക്രിസ്തുമതം സ്ഥാപിക്കാനായിട്ടല്ല എന്നത് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയും വിശ്വാസികളുടെ കൂടിവരവും എല്ലാം സാധ്യമായിട്ട് തരേണ്ടത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ദർശനമുള്ളവരായി ജീവിക്കുക, പ്രവർത്തിക്കുക എന്ന കാര്യമാണ്. അതാണ് ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഈ ഉപമയിലൂടെയും പറയുന്നതിനായിട്ട് സാധിക്കുന്നത്. അനേക ഉപമകൾ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശാന്തമായി ഓരോന്ന് ധ്യാനിക്കുന്നത് എപ്പോഴും നമുക്ക് സഹായകരമാണ്. ഇന്നത്തെ പ്രധാന പ്രഭാഷണം ബഹുമാനപ്പെട്ട കെ.ഇ. ഗീവറിസച്ചനാണ് ചെയ്യുന്നത് എന്നത് മറക്കരുത്. ഞാൻ ഏതാനും വാക്കുകൾ പറഞ്ഞതിന് ശേഷം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കാനായിട്ട് മാത്രമാണ് താല്പര്യപ്പെടുന്നത്. എന്നാൽ ഈ ദർശനം നമുക്ക് ഉണ്ടാവണം. നമ്മളുടെ ജീവിതത്തിൻ്റെ ആകത്തുക എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മളുടെ വിശ്വാസ സമൂഹത്തിൻ്റെ ദർശനം എന്താണ് എന്ന് ചോദിച്ചാൽ, അത് ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനമാണ്. നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നെ പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് പഠിപ്പിച്ചതായിട്ടുള്ള അവസരത്തിൽ അത് യാഥാർത്ഥ്യമായിട്ട് തീരണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ദർശനം എന്താണ് എന്നത് വേറിട്ട് മനസ്സിലാക്കുക. സാധാരണ ലോകത്തിൽ നിന്നും മനുഷ്യൻ്റേതായുള്ള ചിന്തകളിൽ നിന്നും മനുഷ്യൻ സൃഷ്ടിക്കുന്നതായുള്ള ലോകത്തിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തത ഉള്ള ഒന്നായി ദൈവരാജ്യത്തെ കാണുവാനായിട്ട് കഴിയുന്നത്. അതാണ് ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ച് ആക്കിയതിനോട് സമം. അങ്ങനെയാണ് ഉപമ ആരംഭിക്കുന്നത് തന്നെ. 3 മണി നേരത്തെ, 6 മണി നേരത്തെ, 9 മണി നേരത്തെ, 11 മണി നേരത്തെ ഒക്കെ മെനക്കെട്ട് നിൽക്കുന്നതായുള്ള ആളുകളെ കണ്ടപ്പോൾ മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി അവിടെ വേല ചെയ്തു കൊള്ളുക, നിങ്ങൾക്ക് അർഹിക്കുന്നത് ഞാൻ തന്നുകൊള്ളാം എന്ന് പറയുകയാണ്. ആദ്യം വിളിച്ചാക്കിയതായുള്ള ആളുകളോടെല്ലാം പറഞ്ഞു ഒരു പണം. അതവർ സമ്മതിച്ചാണ് വന്നത്. എന്നാൽ പിന്നീട് ആളുകൾ മെനക്കെട്ട് നിൽക്കുന്നതായിട്ട് കണ്ടപ്പോൾ അവരെയും കൂടെ വിളിച്ച് മുന്തിരിത്തോട്ടത്തിലാക്കുന്നതിനായിട്ട് കർത്താവ് ശ്രമിക്കുകയാണ്. ഇവിടെ വളരെയധികം പ്രതീക്ഷയോടുകൂടി പല നിമിഷങ്ങളിൽ നിൽക്കുന്നതായുള്ള ആളുകളെ ഒരു ഭാഗത്തെ കാണാൻ ഇടയാകുന്നതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് കരുതലുള്ള സ്വർഗസ്ഥനായിട്ടുള്ള പിതാവ് അവരെ കരുതുന്നു എന്നുള്ളതായുള്ള സന്ദേശം ഈ ലോകത്തിന് നൽകി കൊടുക്കുവാൻ്റെ കോണം ശ്രമിക്കുന്ന ഒരു വേദഭാഗവും കൂടിയാണ്. ഇവിടെ പറയുന്നുണ്ട്, ദൈവരാജ്യത്തിൽ മുമ്പേ വന്നവരെന്നോ പിമ്പേ വന്നവരോ എന്നും പറഞ്ഞുള്ള ഒരു വ്യത്യാസമൊന്നുമില്ല. വലിയ ആളുകളെന്നോ ചെറിയ ആളുകളെന്നോ പറഞ്ഞുള്ളതായ വ്യത്യാസമില്ല. ദൈവരാജ്യത്തിൽ എല്ലാവരും ഒരുപോലെയാണ്. ദൈവം പിതാവായിട്ട്, നാം എല്ലാം മക്കളായിട്ട്. അതുകൊണ്ട് സഹോദര സഹോദരികളായി ഒത്തൊരുമിച്ച് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നതായിട്ടുള്ള വേദഭാഗമായിട്ടത്ര ഇത് കാണാനായിട്ട് ഇടയാവുന്നത്. ടൈം ഈസ് മണി എന്ന് ഈ ലോകം പറയുന്നതായിട്ടുള്ള അവസരത്തിൽ ഓരോ നിമിഷവും പ്രവർത്തിച്ചാൽ അത് പണമുണ്ടാക്കാൻ കഴിയുന്ന ഒരു മാർഗമാണ് എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ മെനക്കെട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയും അവരെ പല സമയങ്ങളിലായി ജോലിക്കാക്കുന്നതായുള്ള ഒരു യജമാനെയും ഒരു തോട്ടത്തിൻ്റെ ഉടമസ്ഥനെയും ഒക്കെ കാണാനായിട്ട് ഇവിടെ കഴിയുന്നുണ്ട്. ഇവിടെ ഫെയർനെസ് എന്ന് പറയുന്നത് ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ എല്ലാവർക്കും ജോലി നൽകുന്നു എന്നുള്ളതാണ്.
ഇക്വാളിറ്റി സമത്വം കാണിക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്രകാരം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വിളിച്ചാക്കിയതായുള്ള ആളുകൾക്ക് ഇനിയും 1 മണിക്കൂർ മാത്രമേ ഉള്ളെങ്കിൽ, 11 മണി നേരത്ത് വന്നവർക്ക് 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ആ 1 മണിക്കൂർ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ വേല ചെയ്തു. അതുപോലെ ഓരോ മൈൽ സ്റ്റോണിലും ആളുകളെ വിളിച്ചാക്കുന്ന അവസരത്തിൽ കർത്താവെ സൂചിപ്പിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായിട്ട് തീരുക എന്നുള്ളതായിട്ടുള്ള സന്ദേശം. നമ്മളുടെ ജീവിതത്തിൻ്റെ അഭിരുചി എന്താണ് എന്നത് നമ്മോട് ചോദിച്ചാൽ, നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് വളരെ എളുപ്പം സാധ്യമായിട്ട് തീരും. ഒരു സന്യാസി തന്നെ കാണുവാനായിട്ട് വന്ന ശിഷ്യന്മാർക്ക് കുടിക്കാൻ ചായ കൊടുത്തു. അപ്പോൾ അതിൽ 4 പേര് സന്യാസി കൂടാതെ അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് 4 പേർക്കുള്ള ചായ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ 4 പേർക്കുള്ള 4 നല്ല കപ്പിലുള്ള ചായയും പിന്നെ സ്റ്റീൽ ഗ്ലാസ്സിലുള്ളതായുള്ള ചായയും അതിനകത്തുണ്ട്. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ ഈ അവിടെ വന്ന ആളുകൾ ഓരോരുത്തരും ഈ നല്ല കപ്പിലുള്ള ചായ എടുക്കുന്നതിനായിട്ട് ശ്രമിച്ചു. എന്താണ് ഇവിടെ കാണുന്ന വ്യത്യാസം? ഇവിടെ ചായക്കപ്പുകളെ സ്നേഹിക്കുന്നതായുള്ളൊരു കൂട്ടം ആൾക്കാരെയാണ് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ ഏത് ഗ്ലാസ്സിലാണെങ്കിലും, സ്റ്റീൽ ഗ്ലാസ്സിനാണെങ്കിലും ഈ കപ്പിലാണെങ്കിലും എല്ലാം ഒഴിച്ചിരിക്കുന്ന ഒരു ചായ തന്നെയാണ്. ഉണ്ടാക്കിയതായുള്ള ചായ തന്നെയാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാറ്റിലും ഉള്ളത് ചായ തന്നെ. എന്നാൽ ചായയേക്കാളധികമായി കപ്പിനെ സ്നേഹിക്കുന്ന ആളുകളായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ഒരു കാഴ്ചപ്പാട് എന്ത് എന്ന് പറയാനായിട്ട് സാധിക്കുമെങ്കിൽ, അത് നമ്മുടെ വീട് വയ്ക്കുന്നതായുള്ള സങ്കല്പമാണെങ്കിലും, നമ്മുടെ വസ്ത്രം തിരഞ്ഞെടുക്കുന്നതായുള്ള അവസരമാണെങ്കിലും, ആഹാരം എന്തായിരിക്കണം എന്ന് ചിന്തിക്കുന്നതായുള്ള അവസരമാണെങ്കിലും, ഇതിലെല്ലാം നമ്മളുടെ തിരഞ്ഞെടുപ്പുകളുണ്ട്. ഈ തിരഞ്ഞെടുപ്പുകളിലൂടെ എന്താണ് നമ്മളുടെ മനസ്സിൻ്റേതായുള്ള ആഗ്രഹം, ഹൃദയത്തിൻ്റേതായുള്ള ആഗ്രഹം എന്ന് വെളിവാക്കുകയാണ് ചെയ്യുന്നത്. ഉദാത്തമായത് എന്ത് എന്നത് കണ്ടെത്തി അതിനെ ആശ്ലേഷിക്കുവാൻ്റെ കൊണ്ട് നമുക്കിടയായിട്ട് തീരുമോ എന്നുള്ള ചോദ്യം പ്രാധാന്യം അർഹിക്കുന്നതായുള്ളൊരു ചോദ്യമാണ്. ദൈവരാജ്യത്തിൽ ദൈവം സൃഷ്ടിച്ചതായുള്ള എല്ലാവർക്കും പ്രവർത്തിക്കാനായിട്ടുള്ള സാധ്യത നൽകുന്ന ഒരു സന്ദർഭമായിട്ട് നാം കാണുകയത്രേ. ആ സന്ദർഭത്തിൽ ദൈവം ആളുകളെ ഒന്നും വേർതിരിക്കുന്നില്ല. നീ 3 മണി നേരത്തെ വന്നതായുള്ള ആളാണല്ലോ, നീ 6 മണി നേരത്തെ വന്നതാണല്ലോ, നീ 9 മണി നേരത്തെ വന്നതാണല്ലോ, ഇങ്ങനെയൊന്നും വിഭജനങ്ങളൊന്നും അവിടെയില്ല. സെക്ടേറിയൻ ഗ്രൂപ്പ്സ് ഒന്നുമില്ല. അവിടെ എല്ലാവരെയും അവർക്ക് ആവശ്യമായുള്ള പ്രവർത്തന രംഗങ്ങൾ കൊടുക്കുകയും പ്രവർത്തിക്കുന്നതിനായിട്ട് അനുവദിക്കുകയൊക്കെ ചെയ്യുന്നതായുള്ള സാഹചര്യമാണ് കാണാനിടയാവുന്നത്. 2-3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ മാനവ സമൂഹത്തെ പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നതായുള്ള നമ്മുടെ മനോഭാവം ദൈവരാജ്യത്തിന് അനുസൃതമായുള്ള മനോഭാവമല്ല. ഒരുപോലെ ദൈവമക്കളായിട്ട് എല്ലാവരെയും കാണുന്നതിനായിട്ടുള്ള സാധ്യത നമുക്കുണ്ടാവണം. 2, ദൈവം ഈ ലോകത്തിലാക്കിയിരിക്കുന്ന ഏത് മനുഷ്യനും, അവന് 3 മണി നേരത്ത് വന്നാണെങ്കിലും 6 മണി നേരത്ത് വന്നാണെങ്കിലും 11 മണി നേരത്ത് വന്നാണെങ്കിലും എല്ലാ മനുഷ്യനും വേണ്ടതായിട്ടുള്ള ആളുകളാണ്. വേണ്ടാത്തതായുള്ള ആളുകളെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. എൻ്റെ കാലം ചെയ്ത ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി എപ്പോഴും പറയുമായിരുന്നു, ഈ സമൂഹത്തിൽ തള്ളപ്പെട്ടതായുള്ള വ്യക്തികളെയൊക്കെ നമ്മൾ പല രംഗങ്ങളിൽ പല സന്ദർഭങ്ങളായിട്ട് അങ്ങനെയുള്ളവരെ കാണും. അങ്ങനെയുള്ളവരെ കാണുന്നതായിട്ടുള്ള അവസരത്തിൽ അവരെ വെറുക്കുന്നതായുള്ള ഒരു വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും സന്ദേശമല്ല നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ ക്രിസ്ത്യാനികളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള സന്ദേശം, സുവിശേഷം, സ്നേഹത്തിൻ്റേതായുള്ള സുവിശേഷമാണ്. സകല ജനത്തിലും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ഇതാണ് ദൈവരാജ്യത്തിൻ്റേതായിട്ടുള്ള സങ്കല്പം. അത് ഈ ലോകത്തിൽ നൽകി കൊടുക്കുവാൻ്റെ കൊണ്ടിടയാവണം. അപ്പോൾ എല്ലാ മനുഷ്യരും വേണ്ടിയവരാണ്, വേണ്ടാത്തവരില്ല. ദൈവത്തിന് മക്കൾ മാത്രമേ ഉള്ളൂ, കൊച്ചുമക്കളില്ല എന്നൊക്കെ പറയുന്ന പോലെ വേണ്ടിയവർ മാത്രമേ ഈ ലോകത്തിലുള്ളൂ. അതുകൊണ്ട് അവരെ വേണ്ടിയവരായി തന്നെ കാണുവാനുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. 3,
ഈ എല്ലാവരും കൂടിയുള്ള സമഗ്രമായ പ്രവർത്തനത്തിൻ്റെ ആകത്തുകയാണ് ഈ ലോകത്തിൽ നമ്മുടെ അധ്വാന ഫലം എന്ന് പറയുന്നതിനായിട്ട് സാധിക്കുന്നത്. എനിക്ക് തന്നെ ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയുകയില്ല എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്ന അവസരത്തിൽ മറ്റുള്ളവരുടെ നന്മ ഉണ്ടാകുന്നതുകൊണ്ടാണ് എനിക്ക് നന്മ ലഭിക്കുന്നത് എന്നുള്ള കാഴ്ചപ്പാടും കൂടെ നമുക്കുണ്ടാവണം. അതുകൊണ്ട് നല്ലത് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുക എന്നത് നമ്മളുടെ ഒരു ആവശ്യമാണ്. ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ല മാതാപിതാക്കളെല്ലാം മക്കൾക്ക് പഠിക്കുന്നതിനായിട്ടുള്ള സാഹചര്യം നൽകുന്നു. ഇപ്പോൾ എല്ലാവരും മൈഗ്രേറ്റ് ചെയ്യുന്നതായുള്ള ആവശ്യമാണ്. എത്ര തന്നെ പണം ബാങ്കിൽ നിന്നൊക്കെ കടമെടുക്കേണ്ടി വന്നാലും സ്ഥലം വിറ്റിട്ട് പണം ഉണ്ടാക്കേണ്ടി വന്നാലും എങ്ങനെയെങ്കിലും പണം മക്കൾക്ക് കൊടുത്തിട്ട് അവരുടെ വിദേശത്തേക്കുള്ള യാത്രയും അവിടെയുള്ള താമസവുമൊക്കെ സുഗമമാക്കി തീർക്കുവാനായിട്ടുള്ള താല്പര്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. നമ്മൾ ആ സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുകയാണ്, അറിഞ്ഞോ അറിയാതെയോ തന്നെ. നൈസർഗികമായിട്ട് തന്നിട്ടുള്ളൊരു കഴിവാണിത്. ദൈവം മനുഷ്യന് മറ്റുള്ളവരുടെ ജീവിതത്തെ ഭാസ്വരമാക്കി തീർക്കുക എന്നുള്ളതായ ദൈവത്തിൻ്റേതായുള്ള ആഗ്രഹം. അത് സാധ്യമാക്കി തീർക്കുവാൻ്റെ കോണം നാം നല്ലവരായിട്ട് തീരുക എന്നതാണ് ഈ വേദഭാഗവും നമ്മോട് പഠിപ്പിക്കുന്നത്. ഞാൻ നല്ലവനാവേണ്ട നിൻ്റെ കണ്ണെന്തിനാണ് കടിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നതായുള്ള ചോദ്യം ഇവിടെയുണ്ട്. നിന്നോട് പറഞ്ഞ് ഒത്തതായുള്ള പണം ഞാൻ നിനക്ക് തന്നിട്ടില്ല, നിന്നോട് അന്യായമായിട്ട് ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നതായുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ആ ആർഗ്യുമെൻറ്റ്സ് എല്ലാം തന്നെ നമ്മൾ നോക്കുന്ന അവസരത്തിൽ ഒരു ഫെയർനെസ്, നന്മ മറ്റുള്ളവർക്ക് നൽകിക്കൊടുക്കുവാനുള്ള താല്പര്യം യജമാനിൽ, തോട്ടക്കാരനിലുണ്ട്, മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയനുണ്ട് എന്നത് കർത്താവ് പറയുന്നതിനാണ് ശ്രമിക്കുക. എന്നാണ് ദൈവത്തിൻ്റേതായുള്ള സ്വഭാവം. ആ ഭാവമുള്ളവരായി ഈ ലോകത്തിൽ തീരുന്നതിന് വേണ്ടിയിട്ടാണ് എന്നെയും നിങ്ങളെയും ദൈവം ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത്. കർത്താവിൽ പ്രിയരെ, ദൈവമാണ് നമ്മളെ ഈ കൺവെൻഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇന്ന് ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ കൺവെൻഷൻ ആരംഭിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി വിഭജിച്ചു തരുന്നതായുള്ള ഓരോരുത്തരുടെയും വചനഘോഷണത്തിലൂടെ അതെല്ലാം നാം ശ്രവിക്കുന്നതിനായിട്ട് തുടങ്ങുകയാണ്. എൻ്റെ ദർശനമുള്ളവരായിട്ട് തീരും. മനുഷ്യ ജീവിതം ഭാസുരമാകണമെങ്കിൽ ദർശനമുള്ളവരായിട്ട് തീരണം. ആ ദർശനം ഉൾക്കൊള്ളേണ്ട രംഗങ്ങളെക്കുറിച്ചാണ് ഞാൻ പ്രതിപാദിക്കുന്നതിനായിട്ട് ശ്രമിച്ചത്. അതാണ് ഈ ഉപമയിലൂടെ കർത്താവ് പറയുന്നതിനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത്. ആ ദൈവരാജ്യത്തിൻ്റെ ദർശനമുള്ളവരായി, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയിലും കെട്ടുപണിയിലും മടികൂടാതെ അധ്വാനിക്കുന്നവരായി ഈ ലോകത്തിൽ കാണപ്പെടുവാൻ തക്കവണ്ണം വ്യക്തികളായിട്ട്, കുടുംബമായിട്ട്, ഇടവകളായിട്ട്, ഭദ്രാസനമായിട്ട് എല്ലാം നമുക്ക് സാധ്യമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ ഈ വർഷത്തെ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ കൺവെൻഷൻ യോഗങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവിന് നാം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.